നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ ഇപ്പോൾ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കുടുംബം ഇനിയും നടപടിക്രമങ്ങളോട് സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. റിനു ശ്രീധർ ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി റിനു, മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണോ അവിടെ റിനു? ഉന്മേഷ, തീർച്ചയായും ഒടുവിൽ ആ കുഞ്ഞിന് നീതി ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഡോക്ടർ, അതായത് ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഡോക്ടർക്കെതിരെ സസ്പെൻഡ് നടപടികളിലേക്ക് പോയിരിക്കുന്നു. ബന്ധുക്കളുടെ ആരോപണം ഡോക്ടറുടെ കൈപ്പിഴ കൊണ്ടാണ് ഈ കുട്ടി മരിച്ചത് എന്നുള്ളതാണ്. ഇനി അത് പോസ്റ്റ്മോർട്ടത്തിൽ ഉൾപ്പെടെ അത് തെളിയേണ്ടതായിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഉടൻ പൂർത്തിയായി പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കും. ബന്ധുക്കൾ സഹകരിക്കാൻ തയ്യാറാണ്. ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ സംതൃപ്തരാണ് എന്നുള്ളതാണ്. ഇവിടെ സമാനതകളില്ലാത്തൊരു പ്രതിഷേധമാണ് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നമ്മൾ കണ്ടത്. ബിജെപിയും യൂത്ത് കോൺഗ്രസും എന്തിനാ ഡിവൈഎഫ്ഐ അടക്കം വലിയ രീതിയിൽ പ്രതിഷേധവുമായി എത്തി. AKS ആദിവാസി ക്ഷേമ സമിതി ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്വാഭാവികമായും സംസ്ഥാനം ഭരിക്കുന്നത് CPM ആണ്, LDF ആണ്. ഡിവൈഎഫ്ഐയും ഈ പ്രശ്നത്തിൽ വലിയ സമരവുമായി രംഗത്തെത്തിയിരുന്നു. സംസ്ഥാനത്ത് പൊതുവെ ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട ഒരു നിലയിലാണ് നമ്മുടെ ആരോഗ്യരംഗം പോകുന്നത്. ഇപ്പോൾ റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ ശൃംഖലയാണ് കേരളത്തിനുള്ളത്. അതിന് അപമാനമായിട്ടാണ് ഇവിടെ ഈ ഡോക്ടറുടെ പെരുമാറ്റത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സംഭവം ഉണ്ടായത്. ആദ്യ ആരോപണമല്ല ഡോക്ടർക്കെതിരെ, അല്ല, മനസ്സിലാക്കുന്ന ആദ്യ ആരോപണമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഡിവൈഎഫ്ഐയും ഈ ഒരു സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ എല്ലാ കാലത്തും ഇടപെടുന്ന സംഘടന എന്ന രൂപത്തിൽ ഡിവൈഎഫ്ഐയും അതിശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി രാവിലെ മുതൽ ഇന്ന് പൂർണ്ണമായി സംസാരിച്ച് നേരം വരെ നമ്മൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ നടപടിയിൽ സംതൃപ്തരാണ്. എല്ലാവരും സംതൃപ്തരാണ്. തീർച്ചയായും, അതായത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെടെ സംതൃപ്തരാണ് എന്നുള്ളതാണ്. അവരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സാധാരണ സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ഡിവൈഎഫ്ഐ അങ്ങനെ പ്രതിഷേധവുമായി എത്താറില്ല. പക്ഷേ ഇവിടെയും AKS ഉൾപ്പെടെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തി. അല്പസമയം മുമ്പ് ഇവരുടെ ബന്ധുക്കളുമായി നമ്മൾ സംസാരിച്ചു. അവർ സംതൃപ്തരാണ് നടപടിയിൽ. ഇനി കുട്ടിയുടെ പോസ്റ്റ്മോർട്ടമാണ്. ആ നടപടികളിലേക്ക് RDOയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.